ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഈ ഫുട്ബോളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ പ്ലേ സെറ്റിങ്സിലുള്ള കൺട്രോൾ ടൈപ്പിൻ്റെ രണ്ട് സെറ്റിങ്സിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ടച്ച് ആൻഡ് ഫ്ലിക്ക് അല്ലെങ്കിൽ വെർച്വൽ പാഡ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടച്ച് ആൻഡ് ഫ്ലിക്കിൻ്റെയും വെർച്വൽ പാഡിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്നുള്ള രീതിയിലൊരു വീഡിയോ ആയിരിക്കും. സോ ഫസ്റ്റ്ലി നമ്മൾ പാസിങ്ങിൻ്റെയും ത്രോയിൻ്റെയും കേസാണ് നോക്കുന്നത്. സോ നമ്മൾ ടച്ച് ആൻഡ് ഫ്ലിക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു 80 to 90% ആക്യുറസിയാണ് ടച്ച് ആൻഡ് ഫ്ലിക്കിൽ പാസിങ്ങിൻ്റെയും ത്രോയിൻ്റെയും കേസ് കിട്ടുന്നത്. കാരണം ഒന്നുമല്ല, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഡോമിനൻറ്റ് ഫിംഗർ അല്ലെങ്കിൽ ഡോമിനൻറ്റ് തമ്പായ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആണ് നമുക്ക് കൂടുതൽ പാസിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പാസും കൊടുക്കാനുള്ള കമാൻഡ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലാണുള്ളത്. സോ നമ്മൾ സ്വൈപ്പ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഗ്യാപ്സും ത്രൂ ഒക്കെ കൊടുത്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കാറുണ്ട് ടച്ച് ആൻഡ് ഫ്ലിക്കിൻ്റെ കേസിൽ. ബട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ നമ്മൾ ജോയ്സ്റ്റിക്കിൻ്റെ ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് പ്ലേസിൻ്റെ മൂവ്മെൻറ്റും പൊസിഷനിങ്ങും മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രം മതിയാവും. ബട്ട് ഇതുപോലെ തന്നെ നമ്മൾ വെർച്വൽ പാഡിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ എനിക്കിപ്പോഴും ഒരു 70 to 75% ആക്യുറസി ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ നമ്മൾ ജോയ്സ്റ്റിക്കിലാണ് നമുക്ക് കൂടുതൽ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ പാസിങ് രണ്ടും കൂടെ ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ജോയ്സ്റ്റിക്കിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് പലപ്പോഴും മിസ് പാസസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ പ്രഷേഴ്സിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയും സീൻ വരാറുണ്ട്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് പാസിൻ്റെ കമാൻഡ് മാത്രമേ ഉള്ളൂ. സോ ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിക്കൊക്കെ പാസ്സൊക്കെ കൊടുത്ത് കളിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഒബിയസ്ലി നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫ്ലിക്ക് ഓപ്റ്റ് ചെയ്യാം. കാരണം ടച്ച് ആൻഡ് ഫ്ലിക്കാണ് നമുക്ക് ഒത്തിക്കൂടെ നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളും തരുന്നത്. സോ ഒബിയസ്ലി ഈ ഒരു പാസിങ് അല്ലെങ്കിൽ ത്രൂവിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ ഒബിയസ്ലി നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ടച്ച് ആൻഡ് ഫ്ലിക്ക് തന്നെയാണ്. സെക്കൻഡ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഷൂട്ടിംഗ് ആണ്. സോ ഷൂട്ടിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ റൊണാൾഡോനെ വെച്ച് അടിക്കുന്ന കുറച്ച് ഷോട്ട്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാൻ സ്റ്റണ്ണിങ് ഷൂട്ടാണ് നോക്കുന്നത്. സോ സ്റ്റണ്ണിങ് ഷൂട്ട്സ് എപ്പോഴും നോക്കുമ്പോഴും നമുക്ക് ഒരു ചെറിയൊരു ഡിലേ ടച്ച് ആൻഡ് ഫ്ലിക്കിൽ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡിലേ നമ്മൾ ഗെയിമിൽ എത്രത്തോളം വൾണറബിൾ ആണെന്നുള്ളതാണ് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ സ്റ്റണ്ണിങ് ഷോട്ട്സ് വഴിയുള്ള ബാക്കി നോർമൽ കൺട്രോൾ ഷോട്ട്സ് ആണെങ്കിലും കർവ് ഒക്കെ ആണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് നമുക്ക് ടച്ച് ആൻഡ് ഫ്ലിക്കിൽ കിട്ടുന്നത്. ബട്ട് നമുക്ക് ഈ സ്റ്റണ്ണിങ് ഷോട്ട്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒത്തിരി കൂടെ നല്ല രീതിക്ക് നമുക്ക് വെർച്വൽ പാഡിലാണ് കിട്ടുന്നത്. സോ നിങ്ങളിപ്പോൾ വെർച്വൽ പാഡിലുള്ള ഷോട്ട്സാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ ഗെയിം സിറ്റുവേഷനാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റണ്ണിങ് ഷോട്ട്സ് അടിക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കുമ്പോൾ കക്കയുടെ കയ്യിൽ നിന്ന് ബോൾ കൺട്രോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു വീഡിയോ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇപ്പം സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. സോ അതെനിക്ക് പ്രോപ്പറായിട്ട് ഒരു ഡിലേ വന്നതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ആ ബോൾ പോയതും ആ ഒരു ഗോൾ ചാൻസ് ഞാൻ മിസ് ചെയ്തത്. സോ ഇതേ സെയിം ഗെയിം സിറ്റുവേഷൻ നമുക്ക് വെർച്വൽ പാഡിൻ്റെ കേസാണ് നോക്കുന്നത്. സോ വെർച്വൽ പാഡിൽ നിങ്ങൾ നോക്കിയാണ് ഇപ്പം നെയ്മർ ഒരു സ്റ്റണ്ണിങ് കൊടുക്കാൻ വേണ്ടി നോക്കി, പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ നെറ്റ് അടിച്ചു. അപ്പോൾ ഈ രണ്ട് സ്റ്റണ്ണേഴ്സ് അടിക്കാൻ എനിക്ക് വലിയ എഫേർട്ട് ഇല്ലായിരുന്നു. സോ ലൈക്ക് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് നമുക്ക് സ്റ്റണ്ണിങ് അടിക്കാൻ വേണ്ടി വെർച്വൽ പാഡിൽ പറ്റുന്നത്. ബട്ട് ഷൂട്ടിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബാക്കി എല്ലാ രീതിയിലും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെർച്വൽ പാഡ് തന്നെയാണ് ഒത്തിരി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. സോ ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഡ്രിബ്ലിങ്ങും ഡിഫൻസുമാണ്. സോ ഡ്രിബ്ലിങ്ങിൻ്റെയും ഡിഫൻസിൻ്റെയും കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ടച്ച് ആൻഡ് ഫ്ലിക്കിൽ ഡ്രിബ്ലിങ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ക്വിക്കറായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. സോ ഇപ്പോൾ നമ്മുടെ പല സ്കിൽസും കാര്യങ്ങളും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടച്ച് ആൻഡ് ഫ്ലിക്കിൽ ബെറ്ററായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. പിന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ടാണ് നമുക്ക് ഒപ്പോണൻറ്റിനെ വെട്ടിച്ച് പോകാൻ പറ്റുന്നതും പിന്നെ വെട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഡാഷിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ടച്ച് ആൻഡ് ഫ്ലിക്കിൽ പറ്റാറുണ്ട്. പിന്നെ ഡിഫൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാച്ചപ്പും പ്രഷറുമായിട്ടുള്ള സ്വിച്ചിങ് ഭയങ്കര എളുപ്പത്തിൽ സാധിക്കും. കാരണം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇപ്പോൾ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രഷറും പിന്നെ ലെഫ്റ്റ് സൈഡിൽ ജോയ്സ്റ്റിക്കും കൂടെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് മാച്ചപ്പ് ആവും. അതുപോലെ തന്നെ നമ്മൾ ജോയ്സ്റ്റിക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് ടു പ്രഷറും വരും. സോ നമുക്ക് നമ്മൾ ഇനിയും സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാച്ചപ്പും അതുപോലെ തന്നെ പ്രഷറുമായിട്ടുള്ള സ്വിച്ചിങ് ഭയങ്കര എളുപ്പമാണ്. സോ ഡിഫൻസിൻ്റെ കേസിൽ ഈ ഒരു മാച്ചപ്പ് പ്രഷറിൻ്റെ കേസ് വരുവാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് നമുക്ക് ടച്ച് ആൻഡ് ഫ്ലിക്കിൽ കിട്ടുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് സ്ലൈഡിങ് ടാക്കിളാണ്. സ്ലൈഡിങ് ടാക്കിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു ക്വിക്കറായിട്ടുള്ള റെസ്പോൺസ്, ക്വിക്കറും ആക്യുറേറ്റ് ആയിട്ടുള്ള സ്ലൈഡിങ് ടാക്കിൾസുമാണ് നമുക്ക് ടച്ച് ആൻഡ് ഫ്ലിക്ക് വഴി കിട്ടുന്നത്. സോ അത് ഒരു എടുത്തു പറയേണ്ട തന്നെ ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ മൊത്തത്തിൽ ഡിഫൻസിൻ്റെ കേസ് പറയുകയാണെങ്കിലും ഡ്രിബ്ലിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടച്ച് ആൻഡ് ഫ്ലിക്കാണ് മച്ച് ബെറ്റർ. പിന്നെ വെർച്വൽ പാഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വെർച്വൽ പാഡിൽ എന്താ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലൈക്ക് ഡ്രിബിളിങ് കുറച്ചൊന്ന് പാടാണ്. കാരണം ഡാഷ് ബട്ടൻ്റെ സൈസ് ഒന്ന് വലുതാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ഒപ്പണൻസിന് ഡ്രിബിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഡാഷ് അമർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് ബോൾ കൺട്രോൾ നഷ്ടമാവുന്നതായിരിക്കും. പിന്നെ ഡിഫൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മാച്ചപ്പും പ്രഷറുമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്നതിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. ബട്ട് ലൈക്ക് അത് നമുക്ക് മറ്റേൻ്റെ അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിലും ലൈക്ക് ഓക്കെ വർക്കബിളാണ് ഡിഫൻസിൻ്റെ കേസ്. ബട്ട് സ്ലൈഡിങ് ടാക്കിളിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെർച്വൽ പാഡ് ഭയങ്കര തോൽവിയാണ്. അതായത് എനിക്ക് ഭയങ്കര നമ്മൾ ഒപ്പണൻ്റ് ബോളം കൊണ്ട് പോയതിന് ശേഷമായിരിക്കും ടാക്കിളൊക്കെ ചെയ്യുന്നത്, സ്ലൈഡിങ് ടാക്കിളാവുന്നത്. സോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഈ മൊത്തത്തിലുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ഒരു വീഡിയോൻ്റെ ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് ആൻഡ് ക്ലിക്കിൻ്റെ വെർച്വൽ പാഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എടുക്കുക എന്നുള്ളതായിരുന്നു. സോ നമുക്ക് ടച്ച് ആൻഡ് ക്ലിക്കിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാസിങ്ങും ത്രൂവും നല്ല രീതിക്ക് പറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ നമുക്കൊരു 80 to 90% നല്ല രീതിക്ക് തന്നെയാണ് പാസും ത്രൂസും കൊടുക്കാൻ വേണ്ടി പറ്റിയത്. അതേസമയം വെർച്വൽ പാഡ് ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ആക്യുറസി തന്നെയാണ്, ലൈക്ക് ഒരു 70-75% ആണ് തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ കേസ് ഇവിടെയാണ് മേജർ ഫോൾ ബാക്ക് നമുക്ക് ടച്ച് ആൻഡ് ക്ലിക്കിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് സ്റ്റണ്ണിങ് ഷോട്ട്സ് അടിക്കാൻ ഇഷ്ടമുള്ളവർ, അതായത് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്റ്റണ്ണിങ് ഒക്കെ അടിക്കാൻ വേണ്ടി. സോ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ കാരണമാണ് നമുക്ക് ടച്ച് ആൻഡ് ക്ലിക്കിൽ ഈ ഷൂട്ടിങ്ങിന് ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ പറയാം. അതേസമയം നമുക്ക് വെർച്വൽ പാഡിൽ ഷൂട്ടിങ്ങിലേക്ക് എക്സലൻ്റ് ആണ്, ലൈക്ക് എക്സലൻ്റ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ടച്ച് ആൻഡ് ക്ലിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഡ്രിബിളിങ് നമുക്ക് ഭയങ്കര ക്വിക്കറായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ മൂവ്സും നന്നായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും ഡ്രിബിളിങ്ങിൻ്റെ കേസിൽ. അതേസമയം വെർച്വൽ പാഡിൽ കുറച്ചുകൂടി വീക്കറായിട്ട് എനിക്ക് തോന്നി. ഇൻ കേസ് നമുക്ക് ആ ഡാഷ് ബട്ടൻ്റെ സൈസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് അല്ലെങ്കിൽ ഒന്ന് വലുതാക്കാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിലൊക്കെ അതൊക്കെ നമ്മുടെ ഡ്രിബിളിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തേനെ. പിന്നെ ഡിഫൻസിൻ്റെ കേസ് വരുവാണെങ്കിൽ ടച്ച് ആൻഡ് ക്ലിക്കിൽ നമുക്ക് നല്ല എക്സലൻ്റ് ആയിട്ടാണ് നമുക്ക് മാച്ചപ്പും അതുപോലെ തന്നെ പ്രഷറും കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ആ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ടപ്പെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. സോ അത് ടച്ച് ആൻഡ് ക്ലിക്കിന് ലൈക്ക് ഡിഫൻസിൻ്റെ കേസ് വരുമ്പോൾ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സ്ലൈഡിങ് ടാക്കിൾസിൻ്റെ കേസ്. പിന്നെ വെർച്വൽ പാഡിൻ്റെ കേസ് വരുമ്പോഴത്തേനും മാച്ചപ്പും ഇതുപോലെ തന്നെ മാച്ചപ്പും അതുപോലെ തന്നെ പ്രഷറും നമുക്ക് കൊടുക്കാമെങ്കിൽ ലൈക്ക് ടച്ച് ആൻഡ് ക്ലിക്കിൻ്റെ അത്ര ഫ്ലെക്സിബിൾ അല്ലായിരുന്നു. പിന്നെ ഇത് കണക്ക് നമ്മുടെ സ്ലൈഡിങ് ടാക്കിളിൻ്റെ കേസ് വരുമ്പോഴും സ്ലൈഡിങ് ടാക്കിളിൽ വരുമ്പോഴത്തേനും ഒത്തിരി കൈൻഡ് ഓഫ് ഡിലേയും കാര്യങ്ങളൊക്കെ എനിക്ക് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ, ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ഗെയിമിങ്.